Hi all, welcome to Know Your Chemistry. So ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഔട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ ഓക്സിഡേഷൻ ആണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബീറ്റ ഓക്സിഡേഷൻ കവർ ചെയ്തു. സോ ഇന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ ആൽഫ ഓക്സിഡേഷൻ ആൻഡ് ഒമേഗ ഓക്സിഡേഷൻ കൂടി ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഇസ് ഓക്സിഡേഷൻ ഓഫ് ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്. സോ അതാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ്. സോ ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു. സോ ക്ലാസിഫിക്കേഷൻ്റെ ക്ലാസ് കാണാത്ത ആൾക്കാർ ആ വീഡിയോ കാണുക. ഓക്കെ. സോ നമ്മൾ ബീറ്റ ഓക്സിഡേഷനിൽ നമ്മൾ പറഞ്ഞു അവിടെ 2 കാർബൺ യൂണിറ്റ്സ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും എന്താ പറയുക സക്സസീവ് റിമൂവൽ ഓഫ് 2 കാർബൺ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും ഔട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ ഓക്സിഡേഷൻ്റെ കേസിലും എക്സാക്ട്ലി ഇൻ ദ സെയിം മാനർ തന്നെയാണ്. സോ ഈവൻ ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആണ് കോമൺ. ഓക്കെ. ഇവിടെയും നമ്മൾ ആഫ്റ്റർ സക്സസീവ് റിമൂവൽ ഓഫ് 2 കാർബൺ യൂണിറ്റ്സ് അറ്റ് ദ എൻഡ് പറഞ്ഞാൽ 1 3 കാർബൺ യൂണിറ്റ് 3 കാർബൺ യൂണിറ്റ് പറഞ്ഞാൽ പ്രൊപ്പനൈൽ കോയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് വ്യത്യാസം. ഓക്കെ. സോ നമുക്ക് നോക്കാം. അവിടെ ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഐ മീൻ പാത്ത് വേ. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ സി ഫാറ്റി അസൈൽ കോയെ ഫസ്റ്റ് ബയോട്ടിൻ എന്ന ഒരു വൈറ്റമിൻ ആണ്. ബയോട്ടിൻ ആക്ട് ആസ് എ വൈറ്റമിൻ. സോ ഹിയർ ഇറ്റ് ആക്ട് ആസ് എ കോഎൻസൈം ഓർ കോഫാക്ടർ. സോ അവിടെ ഒരു ഫോസ്ഫോറിലേഷൻ ആണ്. അത് നമുക്ക് എക്സാക്ട്ലി ഫോസ്ഫോറിലേഷൻ അല്ല, ഇതൊരു കാർബോക്സിലേസ് റിയാക്ഷൻ ആണ്. ഓക്കെ. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 2 കാർബൺ യൂണിറ്റ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ 3 കാർബൺ പ്രൊപ്പനൈൽ കോയെ പ്രൊഡ്യൂസ് ചെയ്തു. സോ പ്രൊപ്പനൈൽ കോയൻ്റെ ഫർദർ മെറ്റബോളിസം ആണ് നമ്മളിവിടെ ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ പ്രൊപ്പനൈൽ കോയെ അണ്ടർഗോ കാർബോക്സിലേഷൻ. സോ ഫസ്റ്റ് കാർബോക്സിലേഷൻ ആണ് in the presence of biotin, because carboxylation എവിടെ നടക്കുന്നു അവിടുത്തെ കോഎൻസൈം ബയോട്ടിൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ 1 ATP ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു ADP ടു ഫോം ഡി-മീഥൈൽ മലനൈൽ കോയെ. ആക്ച്വലി ഇത് എൻസൈം നമ്മൾ ബയോട്ടിൻ ഡിപ്പെൻഡൻറ്റ് പ്രൊപ്പനൈൽ കോയെ കാർബോക്സിലേസ് ആണ് എൻസൈമിൻ്റെ പേര്. ഓക്കെ. സോ പ്രൊപ്പനൈൽ കോയെ അണ്ടർഗോ കാർബോക്സിലേഷൻ, ദാറ്റ് ഈസ് ബയോട്ടിൻ ഡിപ്പെൻഡൻറ്റ് കാർബോക്സിലേഷൻ. സോ ദ എൻസൈം ഈസ് പ്രൊപ്പനൈൽ കോയെ കാർബോക്സിലേസ് ടു ഫോം ഡി-മീഥൈൽ മെലനൈൽ കോയെ. ഓക്കെ. സോ കാർബോക്സിലേഷൻ ആകുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അഡീഷൻ ആണ്, ഒരു ATP അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡി-മീഥൈൽ മെലനൈൽ കോയ ഈസ് ഫോമിങ്. ഓക്കെ. ഇനി ഡി-മീഥൈൽ മെലനൈൽ കോയിൽ റെസിമേസ്, ഓക്കെ, ഒരു ചേഞ്ചാണ്. ഡി ആൻഡ് എൽ ഐസോമേഴ്സിൻ്റെ ഐസോമെറിക് ചേഞ്ചാണ് നടക്കുന്നത് അവിടെ. സോ ഡി-മീഥൈൽ മെലനൈൽ കോയ റെസിമേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ എൽ-മീഥൈൽ മെലനൈൽ കോയ ആവും. ഓക്കെ. എൻസൈം ഈസ് റെസിമേസ്. ഇനി ലാസ്റ്റ് ഒരു മ്യൂട്ടേസ് എന്നൊരു എൻസൈമാണ്, അവിടെ ഒരു മ്യൂട്ടേസ്. ഓക്കെ. സോ അതും ഒരു ഐസോമെറിക്, ഓൾമോസ്റ്റ് ഒരു ഐസോമെറിക് ചേഞ്ചാണ്. എൽ-മീഥൈൽ മെലനൈൽ കോയെ ഇൻ പ്രസൻസ് ഓഫ് മ്യൂട്ടേസിൻ്റെ പ്രസൻസിൽ ശരിക്കും ഒരു റീഅറേഞ്ച്മെൻറ്റാണ് നടക്കുന്നത്. റീഅറേഞ്ച്മെൻറ്റ് ടു ഫോം സക്സിനൈൽ കോയെ. ഓക്കെ. സോ ദ എൻസൈം ഈസ് മ്യൂട്ടേസ്. സോ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ മ്യൂട്ടേസ് ഈസ് വൈറ്റമിൻ B12 ഡിപ്പെൻഡൻറ്റ് മ്യൂട്ടേസ് ആണ്. ഇത് അഡിനോസൈൽ B12 ആണ്. സോ നമ്മൾ വൈറ്റമിൻ ക്ലാസ്സിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. സോ അഡിനോസൈൽ B12 ഡിപ്പെൻഡൻറ്റ്, അതായത് വൈറ്റമിൻ B12 ഡിപ്പെൻഡൻ്റ് ആണ് ജനറലി നമ്മുടെ മ്യൂട്ടേസ് എൻസൈം. സോ എൽ-മീഥൈൽ മെലനൈൽ കോയെ ഇൻ പ്രസൻസ് ഓഫ് മ്യൂട്ടേസ്, ദാറ്റ് ഈസ് എ വൈറ്റമിൻ B12, മെയിൻലി അഡിനോസൈൽ B12 ഡിപ്പെൻഡൻറ്റ് മ്യൂട്ടേസിൻ്റെ പ്രസൻസിൽ കൺവേർട്ടിംഗ് ഇൻ ടു സക്സിനൈൽ കോയെ. ഓക്കെ. സോ സക്സിനൈൽ കോയൻ്റെ ഫേറ്റ് എന്താണ്? സക്സിനൈൽ കോയ എൻറ്റേഴ്സ് ഇൻ ടു TCA സൈക്കിൾ, ഫൈനലി കൺവേർട്ടിംഗ് ഇൻ ടു ഓക്സാലോഅസറ്റേറ്റ്, ആൻഡ് ദാറ്റ് ഈസ് എൻ്റർ ഇൻ ടു ദ ഗ്ലൂക്കോനിയോജനറ്റിക് പാത്വേ. ഓക്കെ. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ പ്രൊപ്പനൈൽ കോയെ മെയിനായിട്ട് ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വാലിൻ ഐസോലൂസിൻ മെറ്റബോളിസം എന്നാണ്. സോ അമിനോ ആസിഡ് മെറ്റബോളിസം പഠിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. ബീറ്റ ഓക്സിഡേഷൻ്റെ സെയിം ഓൾമോസ്റ്റ് ഒരു സിമിലർ ആണ്, പക്ഷേ ഫൈനലി ഫോം ചെയ്യുന്നത് 3 കാർബൺ പ്രൊപ്പനൈൽ കോയ ആണ്. സോ പിന്നെ പ്രൊപ്പനൈൽ കോയൻ്റെ ഒരു പാത്ത് വേ, അതിൻ്റെ ഒരു ഫേറ്റാണ് നമ്മൾ പറയുന്നത്. സോ പ്രൊപ്പനൈൽ കോയെ ഫസ്റ്റ് കാർബോക്സിലേഷൻ, സോ അഡീഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് to form D-methyl malonyl CoA, biotin dependent carboxylation ആണ്. Then comes the racemase enzyme,
അവിടെ ഒരു ഡി ആൻഡ് എൽ ഐസോമെറിക് ചേഞ്ച് ആണ്, എൽ മീഥൈൽ മെനോയിൽ കോയ ഈസ് ഫോമിങ്. ദെൻ അവിടെ ഒരു മ്യൂട്ടേസ് റീഅറേഞ്ച്മെൻ്റ് ആണ്. ഇൻ പ്രസൻസ് ഓഫ് മ്യൂട്ടേസ് എൻസൈം, ദാറ്റ് ഈസ് എ വൈറ്റമിൻ B12 ഡിപ്പെൻഡൻറ്റ് മ്യൂട്ടേസ്, എൽ മീഥൈൽ മെനോയിൽ കോയ ഈസ് കൺവേർട്ടിങ് ഇൻ ടു സക്സിനിൽ കോയ. സോ സക്സിനിൽ കോയേൻ്റെ ഫേറ്റ് നമ്മൾ പറഞ്ഞു, ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു TCA cycle or citric acid cycle and finally converting into oxaloacetate, and it is used for gluconeogenesis. Okay. പിന്നെ ഒരു കാര്യം, പ്രൊപ്യോണേറ്റ് ഈസ് ഗ്ലൂക്കോനിയോജനിക്. ഓക്കെ, സോ നമ്മൾ ഓർഡിനറി നമ്മൾ ജനറലി പറയുമ്പോൾ ഫാറ്റി ആസിഡ്സ് ഒക്കെ ക്ലീവ് ചെയ്തിട്ട് നമ്മൾ കണ്ടു ബീറ്റ ഓക്സിഡേഷനിൽ അസറ്റൈൽ കോയ യൂണിറ്റ്സ് ആണ് ഫോം ചെയ്തത്. സോ അത് എങ്ങോട്ടാണ് പോയാൽ TCA സൈക്കിളിലേക്കാണ് പോയത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അതിൻ്റെ എനർജറ്റിക്സും. സോ 10 ATPs പ്രൊഡ്യൂസ് ചെയ്യുന്നു സിട്രിക് ആസിഡ് സൈക്കിളിൽ പോയിട്ട്. So generally fatty acids are cleaved into acetyl CoA units and they entering the Krebs cycle and completely oxidized into carbon dioxide. So generally നമ്മൾ പറയുമ്പോൾ general rule, fatty acids are not used for gluconeogenesis. Generally we can say, okay. ബട്ട് നമ്മൾ പ്രൊപ്യോണേറ്റിൻ്റെ കേസിൽ പ്രൊപ്യോണേറ്റ് എന്ത് ചെയ്യുന്നു, ദാറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സിട്രിക് ആസിഡ് സൈക്കിൾ. സോ അറ്റ് എ പോയിൻറ്റ് ആഫ്റ്റർ ദ കാർബൺ ഡയോക്സൈഡ് എലിമിനേഷൻ സ്റ്റെപ്പിന് ശേഷമാണ് നമ്മുടെ പ്രൊപ്യോണേറ്റ് സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് അല്ലെങ്കിൽ TCA സൈക്കിളിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊപ്യോണേറ്റിനെ നമുക്ക് ഗ്ലൂക്കോനിയോജെൻസിസിലേക്ക് ചാനൽ ചെയ്യാൻ പറ്റും. ഐ മീൻ പ്രൊപ്യോണേറ്റിനെ നമുക്ക് ഗ്ലൂക്കോനിയോജെൻസിസിലേക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, സോ നമുക്ക് പറയാൻ കഴിയും, സോ 3 carbon units from the oat chain oat carbon or oat chain fatty acids are gluconeogenics. Very very important. Okay, ഇനി ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് മെയിനായിട്ടുള്ള അതിൻ്റെ സോഴ്സ് പറഞ്ഞാൽ കൗസ് മിൽക്കാണ്. ഓക്കെ, കൗ മിൽക്കിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം. അതായത് നമ്മളിപ്പോൾ കണ്ട ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡിൻ്റെ ഓക്സിഡേഷൻ പാത്വേ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെറ്റബോളിക് പാത്വേ ആയി റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻബോൺ എറേഴ്സാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രൊപ്പിനൈൽ കോയ കാർബോക്സിലേസ് ഡെഫിഷ്യൻസി. സോ നമ്മൾ കണ്ടു പ്രൊപ്പിനൈൽ കോയ കാർബോക്സിലേസ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബയോട്ടിൻ ഡിപ്പെൻഡൻറ്റ് കാർബോക്സിലേഷൻ ആണ്. സോ അത് നടന്നിട്ട് ഡിമീഥൈൽ മെലനൈൽ കോയെ ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. സോ ആ ഒരു കാർബോക്സിലേസ് എൻസൈം ഡെഫിഷ്യൻ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, പ്രൊപ്പിനൈൽ കോയെ ഡിമീഥൈൽ മെലനൈൽ കോയെ കൺവേർഷൻ നടക്കില്ല. സോ പ്രൊപ്യോണൈൽ കോയെ അക്യൂമുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് റിസൾട്ട്സ് ഇൻ പ്രൊപ്യോണിക് എസിഡീമിയ, അതുപോലെ തന്നെ കീറ്റോസിഡോസിസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ അബ്നോർമാലിറ്റീസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഈസ് മീഥൈൽ മെലാനിക് ആസിഡ് യൂറിയ. അതും നമുക്ക് ക്ലിയർ ആണ് പേര് തന്നെ. എന്താ പറയുക, അതിൽ മെയിനായിട്ടുള്ള റീസൺ നമ്മൾ പറഞ്ഞു മ്യൂട്ടേസ് എന്നൊരു എൻസൈം പറഞ്ഞു. ഓക്കെ, സോ ഡിമീഥൈൽ മെലനൈൽ കോയ ടു എൽ മീഥൈൽ മെലനൈൽ കോയ ഏതാണ് പറഞ്ഞു, റെസിമേസ് എന്നൊരു എൻസൈം പറഞ്ഞു. പിന്നെ നമ്മൾ മ്യൂട്ടേസിൻ്റെ പ്രസൻസിലാണ് എൽ മീഥൈൽ മെലനൈൽ കോയ ടു സക്സിനൈൽ കോയ. ഓക്കെ, സോ മ്യൂട്ടേസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 ഓർ അഡിനോസിൽ B12 ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു മ്യൂട്ടേസ് ആക്ടിവിറ്റി. സോ അതിൻ്റെ ഒരു ഡിഫക്റ്റീവ് ആക്ഷൻ, അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, മ്യൂട്ടേസ് ആക്ട് ചെയ്യില്ല. സോ മ്യൂട്ടേസ് ആക്ട് ചെയ്യില്ല മീൻസ് എൽ മീഥൈൽ മെലനൈൽ കോയ ടു സക്സിനിൽ കോയ കൺവേർഷൻ നടക്കില്ല. സോ എൽ മീഥൈൽ മെലനൈൽ കോയ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ദെർബൈ അവിടെ റെസിമേസിൻ്റെ ആക്ഷനും അവിടെ ഫുൾ ഡിഫക്റ്റീവ് ആവും. ഓക്കെ, സോ ഡിഫക്റ്റീവ് ഫോർമേഷൻ ഓഫ് അഡിനോസൈൽ B12 ഓർ വൈറ്റമിൻ B12 വിത്ത് ഡെഫിഷ്യൻ മ്യൂട്ടേസ് ആക്ടിവിറ്റി റിസൾട്ട്സ് ഇൻ മീഥൈൽ മെലാനിക് ആസിഡ് യൂറിയ. ഓക്കെ, അത് ഒരു കണ്ടീഷൻ. ഇനി വേറൊരു ടൈപ്പിൽ കൊബാലമീൻ ഉണ്ടാവും, പക്ഷേ ഇറ്റ് വിൽ നോട്ട് റെസ്പോണ്ട് ടു കൊബാലമീൻ. സോ ദർ ഇസ് ഡെഫിഷ്യൻസി ഓഫ് റെസിമേസ് ഓർ മ്യൂട്ടേസ്. ഓക്കെ, സോ ഒന്നുകിൽ നമ്മുടെ ഡിഫക്റ്റീവ് വൈറ്റമിൻ B12 ഫോർമേഷൻ, അതർവൈസ് വൈറ്റമിൻ B12 വിൽ ബി ദയർ ബട്ട് ഇറ്റ് കനോട്ട് റെസ്പോണ്ട് ടു ദിസ് എൻസൈം. ഓക്കെ, സോ അല്ലെങ്കിൽ എൻസൈം കനോട്ട് റെസ്പോണ്ട് ടു ദിസ് കൊബാലമീൻ. ഓക്കെ, ദാറ്റ് ഈസ് എ റീസൺ ബിഹൈൻഡ് ദിസ് മീഥൈൽ മെലാനിക് ആസിഡ് യൂറിയ. ഓക്കെ, ഈ മീഥൈൽ മെലനൈറ്റ് മെയിൻലി അത് ബ്രെയിൻ മെറ്റബോളിസമായിട്ടെല്ലാം അഫക്റ്റ് ചെയ്തിട്ട് മെൻ്റൽ റിട്ടാർഡേഷൻ എല്ലാം ഉണ്ടാക്കും. സോ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ആൽഫ ഓക്സിഡേഷൻ. സോ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംതിങ് ഒരു ഡിഫറെൻറ്റ് പേരാണ്, അതായത് ആൽഫ ഓക്സിഡേഷൻ. ഓക്കെ, സോ ഇതും സെയിം തന്നെയാണ്, നമ്മുടെ ഫാറ്റി ആസിഡ്സ് ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു വേ ഓഫ് ഓക്സിഡേഷൻ ആണ്. സോ ഫാറ്റി ആസിഡ്സ് ആർ ഓക്സിഡൈസ്ഡ് ബൈ റിമൂവിങ് ദ കാർബൺ ആറ്റംസ് വൺ അറ്റ് എ ടൈം ഫ്രം കാർബോക്സിൽ എൻഡ്. ഓക്കെ, സോ നമ്മുടെ ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു ഓക്സിഡേഷൻ തന്നെയാണ് ആൽഫ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റംസ് ആണ് റിമൂവ് ചെയ്യുന്നത്. അതായത് കാർബോക്സിൽ എൻഡിൽ നിന്ന് ഒരു ടൈമിൽ ഒരൊറ്റ കാർബൺ മാത്രം റിമൂവ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മെയിനായിട്ടും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്രെയിൻ. ഓക്കെ,
സോ ഇതിൻ്റെ ഏതൊക്കെ ഫാറ്റി ആസിഡ്സ് ആണ് ഈ ഒരു ആൽഫ ഓക്സിഡേഷൻ എക്സിബിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഫാറ്റി ആസിഡ്സ് മെയിൻലി ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ആൽഫ ഓക്സിഡേഷൻ ലൈക്ക് ബീറ്റ ഓക്സിഡേഷൻ. പക്ഷേ അതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി റിമൂവിങ് കാർബൺ ആറ്റംസ് വൺ അറ്റ് എ ടൈം ഒരു കാർബൺ ആറ്റംസ് റിമൂവ് ചെയ്യുക ഫ്രം ദ കാർബോക്സിലൈൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ബ്രെയിനിലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നമ്മൾ ബീറ്റ ഓക്സിഡേഷൻ നമ്മൾ പറഞ്ഞു, അതിന് കുറച്ച് പ്രിപ്പറേറ്റീവ് സ്റ്റെപ്സ് പറഞ്ഞു. നമ്മൾ ഫാറ്റി ആസിഡ്സ് ഫസ്റ്റ് ഓക്സിഡൈസ് ചെയ്ത് അല്ലെങ്കിൽ ആക്ടിവേഷൻ എന്നൊരു സ്റ്റെപ്പ് പറഞ്ഞു. പ്രിപ്പറേറ്റീവ് സ്റ്റെപ്പിൽ ഫാറ്റി അസൈൽ കോയ ആവുന്നു എന്ന് പറഞ്ഞു. സോ ഇവിടുത്തെ ഒരു ബീറ്റ ഓക്സിഡേഷൻ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ്, ഫാറ്റി ആസിഡ്സിന് ഇവിടെ ഡു നോട്ട് നീഡ് ആക്ടിവേഷൻ. ഒരു രീതിയിലുള്ളൊരു ആക്ടിവേഷനും നമുക്ക് ആൽഫ ഓക്സിഡേഷനിൽ ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടുത്തെ മെയിൻ സ്റ്റെപ്സ് പറഞ്ഞാൽ ജനറലി നമ്മുടെ ആൽഫ കാർബണിൽ ഫസ്റ്റ് ഒരു ഹൈഡ്രോക്സിലേഷൻ നടക്കും. ഓക്കെ, സോ ഹൈഡ്രോക്സിലേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഹൈഡ്രോക്സിലേഷൻ ഒക്കേഴ്സ് ഇൻ ദ ആൽഫ കാർബൺ ആറ്റം. ദെൻ ദർ ഈസ് ഓക്സിഡേഷൻ. ഓക്കെ, സോ ഓക്സിഡേഷൻ ടു ഓക്സിഡൈസ്ഡ് ടു ആൽഫ കീറ്റോ ആസിഡ്. ഓക്കെ, ദെൻ ദിസ് കീറ്റോ ആസിഡ് അണ്ടർഗോ ഡികാർബോക്സിലേഷൻ. സോ ഡികാർബോക്സിലേഷൻ നടക്കുമ്പോൾ എന്താ പറയുക, ഡികാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, so first hydroxylation, that is in the alpha carbon atom, then it is oxidized to alpha keto acid, then this keto acid undergoes decarboxylation, yielding decarboxylation means carbon dioxide eliminate ചെയ്യുന്നു. So we are getting molecule of carbon dioxide and a fatty acid with one carbon atom less. ഒരു കാർബൺ ആറ്റം കുറവുള്ളൊരു ഫാറ്റി ആസിഡും കാർബൺ ഡയോക്സൈഡും ആണ് നമുക്ക് ഇതിൻ്റെ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ. സോ ക്ലിയർ ആണല്ലോ. സോ ആൽഫ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദർ ഈസ് നോ നീഡ് ഓഫ് ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്രെയിൻ. അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഹൈഡ്രോക്സിലേഷൻ ആണ്, ദെൻ ഓക്സിഡേഷൻ ടു ആൽഫ കീറ്റോ ആസിഡ്, ദെൻ ആൽഫ കീറ്റോ ആസിഡ് അണ്ടർഗോ ഡികാർബോക്സിലേഷൻ ടു ഫോം ഫൈനലി വൺ മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫാറ്റി ആസിഡ്. ആ ഫാറ്റി ആസിഡിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്താ? വിത്ത് വൺ കാർബൺ ലെസ് ആയിരിക്കും. ഓക്കെ, ഇനി മെയിനായിട്ടും ആൽഫ ഓക്സിഡേഷൻ നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് മെയിൻലി ഒക്കേഴ്സ് ഇൻ ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതുപോലെ തന്നെ ഇവിടെ ഒരു ATP ജനറേഷൻ ഒന്നുമില്ല. സോ ഡസ് നോട്ട് ജനറേറ്റ് എനി ടൈപ്പ് ഓഫ് എനർജി. ആൻഡ് മെയിൻലി നമ്മൾ ആൽഫ ഓക്സിഡേഷൻ തന്നെ നമ്മൾ പറഞ്ഞു ആൽഫ ഹൈഡ്രോക്സിലേഷൻ എന്ന് പറഞ്ഞു. സോ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് നമ്മുടെ ബീറ്റ പൊസിഷനിൽ നമ്മൾ ജനറലി നമ്മൾ പറഞ്ഞു ബീറ്റ ഓക്സിഡേഷനിൽ എന്താണ്, ബീറ്റ പൊസിഷനിൽ കാർബൺ എന്താ പറയുക, കാർബൺ യൂണിറ്റ്സ് എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലേ, 2 കാർബൺ യൂണിറ്റ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ആൽഫ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ബീറ്റ പൊസിഷൻ എന്തായിരിക്കും? ഓൾറെഡി എൻഗേജ്ഡ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഗ്രൂപ്പ്സ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ബീറ്റ പൊസിഷൻ ഫ്രീ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ആൽഫ ഓക്സിഡേഷൻ നടക്കുക. ഓക്കെ, സോ ആൽഫ ഓക്സിഡേഷൻ മെയിൻലി ഫോർ ഫാറ്റി ആസിഡ്സ് ഹാവിങ് CH3 group or methyl groups at beta carbon. So beta carbonil methyl group mostly methyl group ഉള്ള ഫാറ്റി ആസിഡ്സിലാണ് മെയിനായിട്ടും ആൽഫ ഓക്സിഡേഷൻ നടക്കുന്നത്. ബിക്കോസ് അവിടെ ബീറ്റ ഓക്സിഡേഷൻ നടക്കില്ല. ബിക്കോസ് ബീറ്റ പൊസിഷനിൽ ആരുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. സോ അതിന് എക്സാമ്പിളാണ് ഫൈറ്റാനിക് ആസിഡ്. ഓക്കെ, ഫൈറ്റാനിക് ആസിഡ് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡയറ്ററി ഫാറ്റി ആസിഡാണ്, ഡയറ്ററി മെത്തിലേറ്റഡ് ഫാറ്റി ആസിഡാണ് ഫൈറ്റാനിക് ആസിഡ്. ദാറ്റ് ഈസ് എ മെത്തിലേറ്റഡ് ഫാറ്റി ആസിഡാണ്. നമ്മുടെ ഡയറ്റിലുള്ള ഒരു ഫൈറ്റാനിക് ആസിഡ് തന്നെയാണ്, ഫാറ്റി ആസിഡ് തന്നെയാണ് ഫൈറ്റാനിക് ആസിഡ്. മെയിൻലി നമ്മുടെ ക്ലോറോഫിൽ അതുപോലെ തന്നെ മിൽക്ക്, അനിമൽ ഫാറ്റ്സ് എന്നൊക്കെ ഉള്ള ഫൈറ്റോളിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡാണ് ഫൈറ്റാനിക് ആസിഡ്. സോ ഫൈറ്റാനിക് ആസിഡ് ഈസ് മെത്തിലേറ്റഡ് ആണ്, അതായത് അതിൻ്റെ ബീറ്റ പൊസിഷനിൽ ദർ ഈസ് മീഥൈൽ ഗ്രൂപ്പ്. സോ ഇങ്ങനെയുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെയാണ് അണ്ടർഗോ ആൽഫ ഓക്സിഡേഷൻ. സോ നോട്ട് ചെയ്യേണ്ട പോയിന്റ് വന്ന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്രെയിൻ. ഓക്കെ, ഇനി നമ്മളൊരു ക്ലിനിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ മെറ്റബോളിക് എറർ ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ആൽഫ ഹൈഡ്രോക്സിലേഷൻ എന്ന് പറഞ്ഞു ഫസ്റ്റ് റിയാക്ഷൻ. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ആൽഫ ഹൈഡ്രോക്സിലേസ് ഓർ ഫൈറ്റാനിക് ആസിഡ് ഓക്സിഡേസ് എന്ന് പറയും. സോ ഈ ഒരു എൻസൈമിൻ്റെ ഒരു ലാക്ക് അല്ലെങ്കിൽ അതിനൊരു ഡെഫിഷ്യൻസി ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡിസീസ് ഓർ മെറ്റബോളിക് ഡിസോർഡർ നോൺ ഇസ് റെഫ്സംസ് ഡിസീസ്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിൽ ആൽഫ ഓക്സിഡേഷൻ ഡസ് നോട്ട് ഒക്കർ. സോ ആൽഫ ഓക്സിഡേഷൻ നടക്കില്ല. സോ ദാറ്റ് റിസൾട്ട്സ് ഇൻ വാട്ട്? നമ്മുടെ ഫൈറ്റാനിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യില്ല. ബിക്കോസ് ഫൈറ്റാനിക് ആസിഡ് ഓക്സിഡൈസ് ഓർ ദ ആൽഫ ഹൈഡ്രോക്സിലേസ് എൻസൈം ഈസ് ഡെഫിഷ്യൻറ്റ് ഓവർ ദെയർ. സോ വാട്ട് ഹാപ്പൻസ്? ദ ഫൈറ്റാനിക് ആസിഡ് വിൽ അക്യുമുലേറ്റ്. ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡിഫക്റ്റീവ് ആൽഫ ഓക്സിഡേഷൻ. ഓക്കെ,
സോ ഈ ഫൈറ്റാനിക് ആസിഡ് എന്ത് ചെയ്യും, ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്യും. എവിടെ? ബ്രെയിനായിട്ട് ഇത് ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യുക. സോ ദാറ്റ് റിസൾട്ട്സ് ഇൻ സിവിയർ ന്യൂറോളജിക്കൽ സിംറ്റംസ്, നെർവ് ഡെഫ്നെസ്, പോളിന്യൂറോപ്പതി, റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ, സെറിബലർ അറ്റാക്സ്, ഇങ്ങനെ ഒരുപാട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? റെസ്ട്രിക്റ്റഡ് ഡയറ്ററി ഇൻടേക്ക് ഓഫ് ഫൈറ്റാനിക് ആസിഡ്. സോ ഫൈറ്റാനിക് ആസിഡ് ഉള്ള ഫുഡ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഫൈറ്റാനിക് ആസിഡ് മെയിനായിട്ടുള്ളത് നമ്മുടെ മിൽക്ക്, അതുപോലെ തന്നെ അനിമൽ ഫാറ്റ്സ്, അതുപോലെ ക്ലോറോഫില്ലൊക്കെയുള്ള ഫൈറ്റോൾസ് എന്നാണ് ഡെറൈവ് ചെയ്യുന്നത്. സോ മിൽക്കാണ് ഇതിൻ്റെ ഗുഡ് സോഴ്സ് പറഞ്ഞത്. സോ മിൽക്കെല്ലാം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇൻഫൻറ്റൈൽ റെഫ്സംസ് ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, സോ ഇത് ആക്ച്വലി ഒരു പെറോക്സിസോമൽ ഡിസോർഡറാണ്. ഓക്കെ, സോ നമ്മൾ സെൽവേഗർ സിൻഡ്രോം നമ്മൾ VLCFA പഠിച്ചപ്പോൾ പറഞ്ഞു. സോ ആ ഒരു ക്ലാസ് കാണാത്ത ആ ക്ലാസ് കാണുക. ഓക്കെ, സോ മെയിനായിട്ടും ഇതൊരു പെറോക്സിസോമൽ ഡിസോർഡറാണ്. നമ്മുടെ സെൽവേഗർ സിൻഡ്രത്തെ പോലെ, അതുപോലെ തന്നെ എഡ്രീനോ ലൂക്കോ ഡിസ്ട്രോഫി പോലെയുള്ള ഒരു പെറോക്സിസോമൽ ഡിസോർഡറാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നോർമലി ഇങ്ങനെയുള്ള പെറോക്സിസോമൽ ഡിസോർഡേഴ്സിൽ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ VLCFA അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഇൻഫൻറ്റൈൽ റെഫ്സംസ് ഡിസീസിൽ ഈ VLCFAൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഫൈറ്റാനിക് ആസിഡും കൂടി അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, so both the accumulation of phytanic acid and VLCFA, that is phytanic acid accumulate along with VLCFA. ഓക്കെ, ഇതാണ് ഇൻഫൻറ്റൈൽ റെഫ്സംസ് ഡിസീസ്. സോ ഇങ്ങനെയുള്ള ഈ ഒരു മെറ്റബോളിക് ഡിസോർഡറൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ചിൽഡ്രൻ ദേ വിൽ നോട്ട് സർവൈവ് ലോങ്, ഒരുപാട് സർവൈവ് ചെയ്യൊന്നുമില്ല. സോ ദാറ്റ് ഇസ് എ ഇൻഫൻറ്റൈൽ റെഫ്സംസ് ഡിസീസ്. ഓർക്കുക, പെറോക്സിസോമൽ ഡിസോർഡറാണ്. ഓക്കെ, so this is the alpha oxidation and Refsum's disease and infantile Refsum's disease. Okay, next one is omega oxidation. Okay, so omega oxidation when it's a minor pathway ആണ്. ഇത് മെയിനായിട്ടും മൈക്രോസോംസിലാണ് നടക്കുന്നത്. ഓക്കെ, സോ മെയിനായിട്ടും ഇവിടെ ഒരു ഹൈഡ്രോക്സിലേസ് എൻസൈം വേണം. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് എൻസൈം. അത് ഹൈഡ്രോക്സിലേസ് എൻസൈമാണ്. ദാറ്റ് ഇസ്, സോ റിയാക്ഷൻ നമുക്ക് മനസ്സിലാവും ഹൈഡ്രോക്സിലേഷൻ ആണ്. സോ ഇവിടുത്തെ ഒരു ഹൈഡ്രോക്സിലേസ് എൻസൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് NADPH ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സൈറ്റോക്രോം P450 ഡിപ്പെൻഡൻറ്റ് എൻസൈം ആണ് ഹൈഡ്രോക്സിലേസ് എൻസൈം. ഓക്കെ, സോ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ബീറ്റാ പൊസിഷൻ ഫ്രീ അല്ലാത്ത ഫാറ്റി ആസിഡ്സിലാണ് മെയിനായിട്ട് നടക്കുക. സോ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഫസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് CH2OH ആവുന്നു, ഒരു ആൽക്കഹോൾ ആവുന്നു. ഓക്കെ, then subsequently oxidized with the help of NAD+ to a carboxylic acid group to produce dicarboxylic acids. സോ ഒമേഗ ഓക്സിഡേഷനിൽ മെയിനായിട്ട് നടക്കുന്നത് മൈക്രോസോംസിലാണ്. അല്ല മേജർ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഒരു ഹൈഡ്രോക്സിലേസ് ആണ്. ദാറ്റ് ഈസ് NADPH ആൻഡ് സൈറ്റോക്രോം P450 ഡിപ്പെൻഡൻറ്റ് ഹൈഡ്രോക്സിലേഷനാണ് നടക്കുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് CH2OH ആവുന്നു. ഓക്കെ, ദെൻ അത് സബ്സിക്വൻ്റ്ലി ഓക്സിഡൈസ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് NAD+ ടു കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, മെയിൻലി കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ രണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഡൈകാർബോക്സിലിക് ആസിഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 6 കാർബൺ ആൻഡ് 8 കാർബൺ. ഓക്കെ, 6 ആൻഡ് 8 കാർബൺസ് ഉള്ള രണ്ട് ഡൈകാർബോക്സിലിക് ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഒരെണ്ണം 6 കാർബൺ, അനദർ വൺ ഈസ് 8 കാർബൺ. ഓക്കെ, സോ നമ്മൾ ഒമേഗ ഓക്സിഡേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ബീറ്റ ഓക്സിഡേഷൻ ഡിഫക്റ്റീവ് ആവുന്ന ഒരു സമയത്താണ്. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ ഡൈകാർബോക്സിലിക് ആസിഡ്സ് നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഒമേഗ ഓക്സിഡേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ ആൽഫ ഓക്സിഡേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എന്താ പറഞ്ഞത്, ബീറ്റ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പൊക്കെ ഓക്കുപ്പൈ ചെയ്യുന്ന ടൈമിലാണ് അവിടെ ആൽഫ ഓക്സിഡേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്രെയിൻ. ഇനി എവിടെ നടക്കുന്ന മെയിനായിട്ട് ആൽഫ ഓക്സിഡേഷൻ സെൽസിൻ്റെ ഏത് പാർട്ടിലാണ്? മെയിൻലി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, സോ കമ്മിങ് ടു ഒമേഗ ഓക്സിഡേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ വിച്ച് ഓർഗനലെ മൈക്രോസോംസ്. ഓക്കെ, സോ ഇവിടെ ഒമേഗ ഓക്സിഡേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് മെയിൻലി ബീറ്റ ഓക്സിഡേഷൻ ഡിഫക്റ്റീവ് ആവുന്നു. അതുപോലെ തന്നെ ഡൈകാർബോക്സിലിക് ആസിഡ്സ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്തിട്ട് ഡൈകാർബോക്സിലിക് ആസിഡ് യൂറിയ എന്നൊരു കണ്ടീഷൻ വരുന്ന സമയത്താണ് നമ്മുടെ ഈ ഒമേഗ ഓക്സിഡേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഒമേഗ ഓക്സിഡേഷൻ. ഇതിൽ 6 കാർബൺ ഫാറ്റി ആസിഡിൻ്റെ പേരാണ് എഡിപ്പിക് ആസിഡ് ആൻഡ് 8 കാർബൺ സ്യൂബറിക് ആസിഡ്. സോ ഈ രണ്ട് ഫാറ്റി ആസിഡ്സ് ആണ് ഇതിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഡൈകാർബോക്സിലിക് ആസിഡ്സ് ഏതൊക്കെയാണ്? 6 കാർബൺ എഡിപ്പിക് ആസിഡ് ആൻഡ് 8 കാർബൺ സ്യൂബറിക് ആസിഡ്. ഓക്കെ, സോ നമ്മൾ ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡിൻ്റെ ഓക്സിഡേഷൻ അതുപോലെ തന്നെ
ആൽഫ ഓക്സിഡേഷൻ, ഒമേഗ ഓക്സിഡേഷൻ. സോ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.